മെഗാസ്റ്റാർ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ദി ഗ്രേറ്റ് ഫാദർ തിയേറ്ററുകളിലെത്തി. അതെ, ഡേവിഡ് നൈനാൻ തിയേറ്ററുകളെ ഇളക്കിമറിച്ച് മമ്മൂട്ടിയുടെ കരിയറിലെ മറ്റൊരു ബിഗ് ബി ആയി മാറിയിരിക്കുകയാണ്. റിലീസിന് മുമ്പ് തന്നെ വാനോളം പുകഴ്ത്തൽ നേടിയിരുന്നു ചിത്രം. നവാഗതനായ ഹനീഫ് അദേനിയാണ് ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത്. സമീപകാലത്ത് ഒരു മമ്മൂട്ടി ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ പബ്ലിസിറ്റിയാണ് ചിത്രത്തിന് ലഭിച്ചത്. ചിത്രത്തെക്കുറിച്ചുള്ള ഓരോ അപ്ഡേറ്റും ഏറെ ആവേശത്തോടെയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത്. കേരളത്തിൽ 202 തിയേറ്ററുകളിലായാണ് ചിത്രം റിലീസ് ചെയ്തിട്ടുള്ളത്. രാവിലെ തന്നെ തിയേറ്ററുകളുടെ മുൻപിൽ ഫാൻസുകാരുടെ ആഘോഷം തുടങ്ങിയിരുന്നു. ഏറെ നാളുകൾക്ക് ശേഷം മമ്മൂട്ടിയെ 100% സ്റ്റൈലിഷായി അവതരിപ്പിച്ചിരിക്കുകയാണ് ചിത്രത്തിൽ. ഓരോ നിമിഷവും ത്രില്ലടിപ്പിച്ചാണ് ഗ്രേറ്റ് ഫാദർ മുന്നേറുന്നത്. സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന തന്റെ കുടുംബത്തിൽ അപ്രതീക്ഷിതമായി വരുന്ന ഒരു വിപത്തിനെ പിന്തുടരുന്ന ഡേവിഡ് നൈനാൻ എന്ന ബിൽഡറുടെ കഥയാണ് ഗ്രേറ്റ് ഫാദർ. അദ്ദേഹം എങ്ങനെ തന്റെ ലക്ഷ്യത്തിലെത്തുന്നു എന്നുള്ളതാണ് ചിത്രത്തിന്റെ കാതൽ. മമ്മൂട്ടിയിലെ താരപരിവേഷത്തെയാണ് ഗ്രേറ്റ് ഫാദറിൽ സംവിധായകൻ ഹനീഫ് അദേനി കൂടുതലായി ഉപയോഗിച്ചിരിക്കുന്നത്. പറയാൻ വാക്കുകളില്ലാത്ത രീതിയിലാണ് പടം മുന്നേറുന്നത്. ഇറങ്ങിയ ടീസറുകളെ മറികടക്കുന്ന കിടിലൻ പ്രകടനമാണ് മമ്മൂട്ടിയുടെ ഡേവിഡ് നൈനാന്റേത്. ആദ്യ പകുതിയും മമ്മൂട്ടിയുടെ ഗെറ്റപ്പും അതിഗംഭീരം. തിയേറ്ററുകളെ ഇളക്കിമറിക്കുന്ന മമ്മൂട്ടിയുടെ മാസ് എൻട്രിയും അതേ തുടർന്ന് വരുന്ന പഞ്ച് ഡയലോഗുകളും ആരാധകരെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിക്കുന്നു. മകളായി എത്തിയ ബേബി അനിക മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ആര്യ, മാളവിക, സ്നേഹ തുടങ്ങിയ താരനിര ചെറുതെങ്കിലും തങ്ങളുടെ വേഷങ്ങൾ മികച്ചതാക്കി. മേക്കിങ്ങിൽ ഗ്യാങ്സ്റ്റർ, ബിഗ് ബി എന്നീ ചിത്രങ്ങളോടും കഥ പറച്ചിലിൽ ത്രില്ലർ, ഗ്രാൻഡ് മാസ്റ്റർ എന്നീ സിനിമകളോടും ഗ്രേറ്റ് ഫാദറിന് സാമ്യമുണ്ട്. അതേസമയം വേറിട്ടൊരു ശൈലി കൂടി ഈ ചിത്രത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ കട്ട മമ്മൂട്ടി ഫാൻസിനും കുടുംബ പ്രേക്ഷകർക്കും ഒരുപോലെ സ്വീകാര്യമാവും എന്നതാണ് ഗ്രേറ്റ് ഫാദറിന്റെ മികവ്. അടിപൊളി അടിപൊളി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചലച്ചിത്ര സംബന്ധമായ മറ്റനേകം വീഡിയോകൾക്കായി മീഡിയ ഡ്രോപ്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.